രീതിയിലുള്ള ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീമതി വിവിധ ഘട്ടങ്ങളിലായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. ഇന്നലെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നൊരു വിഷയമുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ സജീവമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മളെല്ലാം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും തന്നെ അനുഭവമുള്ള കാര്യമാണ്. സ്കൂളിൽ പഠനത്തിനോടൊപ്പം എപ്പോഴും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി കാണുന്ന ഒന്നാണ് നമ്മുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർ, അധ്യാപകർ, സ്കൂളിൽ നിന്ന് പോകുന്ന അവരോടൊപ്പമൊക്കെ പോകുന്ന നമ്മുടെ യാത്ര, ടൂർ എന്ന് പറയുന്ന നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ പോകുന്ന വിനോദയാത്ര. അപ്പോൾ ഇന്നലെ ബഹുമാന്യനായ മന്ത്രിയുടെ പ്രസ്താവന കണ്ടപ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാം നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനെയൊരു തീരുമാനം മുൻപ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം പറയാൻ ഒരാൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകുന്ന സാഹചര്യമുണ്ട്. അതായത് ഒരു സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ പണമില്ല എന്ന കാരണത്താൽ ഒരു കുഞ്ഞിനെ പോലും മാനസികമായി ഒരു പ്രയാസവും ഉണ്ടാകരുത്, ഒരു കുഞ്ഞിന് പോലും ആ വിനോദയാത്രയുടെ ഭാഗമാകാൻ പറ്റാതാകരുത് എന്ന് പറയാൻ ഏറ്റവും സന്തോഷത്തോടുകൂടി, ഏറ്റവും അഭിമാനത്തോടുകൂടി അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സാധിച്ചു എന്നത് ഏറ്റവും അഭിമാനം നൽകുന്ന കാര്യമാണ്. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുറകോട്ട് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്ക് തന്നെ ഒരുപക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാകും. അപ്പോൾ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിലും സ്കൂൾ ക്ലാസ് മുറികളിൽ പഠിക്കുന്ന സമയത്ത് ഫീസ് അടയ്ക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ ക്ലാസ്സിൽ പൊതുവിൽ അവരെ അങ്ങനെ ശകാരിക്കരുത്, ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരെ ശകാരിക്കരുത് എന്നടക്കം പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ അന്നത്തെ സംഘടനാ അനുഭവങ്ങളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നം, നമ്മുടെ കുട്ടികളുടെ പ്രശ്നം അതെല്ലാം തിരിച്ചറിഞ്ഞ് അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന മന്ത്രിയെ തീർച്ചയായും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ വരുന്നത് നേമം മണ്ഡലത്തിനകത്താണ്. അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ MLA എന്ന് ഒരു പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും വളരെ അടുത്തറിഞ്ഞിട്ടുള്ളതും മന്ത്രി V. ശിവൻകുട്ടിയെ കൂടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു നേതൃത്വപരമായ, എൻ്റെ ജീവിതത്തിൽ ഒരു നേതൃത്വപരമായ പങ്കുവഹിച്ചതിന് നഗരസഭയുടെ മുൻ മേയറായി കൂടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ആരംഭിച്ചു വെച്ച പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായ പ്രവർത്തനം നടത്താൻ സാധിച്ചതിനുള്ള സന്തോഷം കൂടി ഞാൻ പങ്കുവച്ചുകൊണ്ട് ഏറ്റവും അഭിമാനകരമായ ഈ നേട്ടം നമ്മുടെ സംസ്ഥാനത്താകെ, നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക്, അതുപോലെ തന്നെ തൊഴിൽ മേഖലയ്ക്ക്, ഇന്നിപ്പോൾ ITI ഇവിടെ ആരംഭിക്കുമ്പോൾ നമുക്കറിയാം ഇന്നിവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പോകുന്ന സ്ഥലമടക്കം നമുക്ക് ഈ ക്യാമ്പസിനുള്ളിൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ആദ്യഘട്ടത്തിൽ വിവിധ ക്ലാസ്സുകൾ വിവിധ ഇടങ്ങളിൽ ആരംഭിച്ച് തന്നെ തുടർന്ന് ഈ ഭാഗത്തേക്ക് നഗരസഭയുടെ കൂടി ചില ക്രമീകരണങ്ങൾ ഇവിടെ വരുത്തി സിവിൽ വർക്കും ഇലക്ട്രിക്കൽ വർക്കും അടക്കം നടത്തി ഇവിടേക്ക് ക്ലാസ്സുകൾ ഷിഫ്റ്റ് ചെയ്ത് ഘട്ടം ഘട്ടമായി നമുക്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ മിനിസ്റ്റർ സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്ന ബഹുമാന്യനായ മന്ത്രി ശ്രീ V. ശിവൻകുട്ടിക്ക്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്, തൊഴിൽ വകുപ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.